എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ക്ലിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കി എടുക്കാം. നമ്മുടെ പഴയ ക്ലിപ്പാണ് കേട്ടോ അത്. സ്റ്റോണൊക്കെ പോയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോണുകളൊക്കെ പറിച്ചു കൊടുത്ത് നമുക്ക് അടിപൊളി ഡെക്കറേറ്റീവ് ആക്കി എടുത്താലോ. അതായത് ഇതേപോലെ കുത്തുന്ന ഈ ഒരു ക്ലിപ്പില്ലേ, ഇതാണ് കേട്ടോ. ഇത് മാത്രമല്ല, ടിക് ടാക് ക്ലിപ്പോ ഏത് ടൈപ്പ് ക്ലിപ്പായാലും നമുക്ക് അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഫോം ഷീറ്റാണ്. അപ്പോൾ നമ്മൾക്ക് ഫോം ഷീറ്റിന് പകരമായിട്ട് തുണി എടുത്തിട്ടായാലും ചെയ്യാം, ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ കേട്ടോ. സൈസൊക്കെ നമ്മുടെ ഒരു ക്ലിപ്പിൻ്റെ ആ ലെങ്ത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് പെർഫെക്റ്റായിട്ട് സൈസ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ മെഷറൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതേപോലെ മടക്കിയിട്ട് സൈഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരേപോലെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ പീസ് പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെന്താ ഇതേപോലെ സെൻറ്റർ നമ്മൾ മടക്കി കൊടുക്കുകയാണ്. മടക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒരു 3 കേവുകൾ പോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ആദ്യം തന്നെ കോർണറുകൾ തമ്മിൽ നമ്മളൊന്ന് കേവ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കറക്റ്റായിട്ട് പിടിച്ചിട്ട് രണ്ടും ഒരേപോലെ വരുന്ന വിധത്തിൽ വേണം കേവ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ മടക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം ആ സെൻറ്റർ ഭാഗത്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 2 സൈഡിൽ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 ഇങ്ങനെ യു പോലെ വരുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഒരേപോലെ വരച്ചിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 2 സൈഡിലും ഒരേപോലത്തെ യുകൾ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ലൈനൊക്കെ മാർക്ക് ചെയ്തൊന്ന് വരച്ചിട്ടൊക്കെ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മടക്കി പിടിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓരോരോ യുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഒരു 3 എണ്ണം മതി കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റ് ഈക്വൽ സൈസിലുള്ള 3 യുകൾ കണ്ടോ, ഇതേപോലെ യുന്ന് പോലത്തെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെയാണ് മടക്കുന്നത് കേട്ടോ. ജസ്റ്റ് സെൻറ്റർ മടക്കുക, അതിന് ശേഷം താഴത്തോട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ മടക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇതേപോലെ 1 2 3 അണ്ട് വരുന്നത് താഴത്തോട്ട് കണ്ടോ. 2 സൈഡും താഴത്തോട്ട് വരുന്ന വിധത്തിൽ ഇതേപോലെ മടക്കിയെടുത്താലും മതി കേട്ടോ. ഇനി കറക്റ്റായിട്ട് മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ നൂലിട്ടിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ച് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വലിച്ച് കെട്ടി കൊടുക്കുന്നതിലാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. എത്ര വലിച്ച് കെട്ടി കൊടുക്കാൻ പറ്റും അത്രയും വലിച്ച് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിച്ചൊക്കെ കെട്ടി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡ് നമ്മൾ ഇതേപോലെ ഒന്ന് വിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു ലുക്കിൽ അല്ലെങ്കിൽ ഒരു ബോ ലുക്കിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഒരു സ്ട്രിപ്പ് 2 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ലിപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ എങ്ങനെയാണ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നും കൂടെ നോക്കണ്ടേ നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് കുറച്ച് ഗ്ലൂ നമ്മുടെ ഒരു ക്ലിപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു സ്ട്രിപ്പ് നമ്മൾ ആദ്യമേ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നത്. നല്ല കടയിൽ നിന്നൊക്കെ മേടിച്ച പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ ഒരുപാട് ഇതുപോലത്തെ ഹെയർ ആക്സസറി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോ പോലെ ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അത് നമ്മൾ നന്നായിട്ട് നൂല് കെട്ടി പോലെ തന്നെ വലിച്ച് ബാക്കിലോട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഭംഗി വരുള്ളൂ, അല്ലെങ്കിൽ അത് ഭംഗി കുറയും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൈഡൊക്കെ ഒന്ന് വലിച്ച് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിൽ ഇതേപോലെ നമ്മൾ കുറച്ച് നന്നായിട്ട് ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച് നമ്മുടെ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒട്ടിക്കുകയാണ് കേട്ടോ. ഈ ഒരു ക്ലിപ്പ് മാത്രമല്ല, നമുക്ക് ടിക് ടാക് ക്ലിപ്പോ അല്ലെങ്കിൽ സ്ലൈഡോ എല്ലാം നമുക്ക് ഇതേപോലെ ബോ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ മീഷോയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ആമസോൺ, മീഷോ ഒക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലിരുന്നതിന് ഒരു വരുമാനം കൂടി ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഡോളും ഇട്ട് നോക്കിയാലോ. അടിപൊളിയായിട്ടുള്ള ഒരു ക്ലിപ്പായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരണേ. അപ്പോൾ അത് വളരെ സപ്പോർട്ടീവ് ആവും കേട്ടോ. ഇനി ഇതേപോലെയൊക്കെ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സെൻറ്ററിൽ വേണമെങ്കിൽ ഒരു ബീഡ്സും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.